ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. പൂരം കലക്കലിൽ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന DGPയുടെ റിപ്പോർട്ട് ശരിവച്ചു. നടപടിക്കായി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. VS അനു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനു, DGPയുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് MR അജിത് കുമാറിനെതിരെ. ഇതിൽ ഏറ്റവും പ്രധാനം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശ്ശൂരിലെത്തിയിട്ടും അദ്ദേഹം ഈ പൂരം കലങ്ങിയിട്ടും അതിൽ ഇടപെട്ടില്ല. മാത്രമല്ല, റവന്യൂ മന്ത്രി ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല. തുടങ്ങി ഗുരുതരമായ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു DGPയുടെ റിപ്പോർട്ടിൽ. ഇതിനെ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി കൂടി ശരിവച്ച സ്ഥിതിക്ക് എന്തായിരിക്കും നടപടികൾ? എങ്ങനെയാണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, തൃശൂർ പൂരം കലങ്ങാൻ അല്ലെങ്കിൽ കലക്കാനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട വലിയ ത്രിതല അന്വേഷണമാണ് നടന്നത്. ഇതിൽ ADGP MR അജിത് കുമാറിന്റെ വീഴ്ച സംബന്ധിച്ച് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബ് നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലാണ് ഗുരുതരമായ കൃത്യവിലോപം അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി കൂടി ആ റിപ്പോർട്ട് ശരിവച്ചിരിക്കുന്നു. ഗുരുതര വീഴ്ചയാണ്, കൃത്യവിലോപമാണ് അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യം അദ്ദേഹവും ആ തരത്തിൽ തന്നെയാണ് വിലയിരുത്തിയത്. അതിനുശേഷം നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് വിജയാണ് ആ തരത്തിലുള്ള നടപടി എടുത്തിരിക്കുന്നത്. MR അജിത് കുമാർ ഈ നേരത്തെ ചെയ്ത് പറഞ്ഞതുപോലെ ഈ തൃശൂർ പൂരം അല്ലെങ്കിൽ അത് അലങ്കോലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നു, അലങ്കോലപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ആ ഘട്ടങ്ങളിൽ റവന്യൂ മന്ത്രി കെ രാജൻ MR അജിത് കുമാറിന്റെ ഫോണിൽ വിളിക്കുന്നു, അദ്ദേഹം എടുക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് ശരിയായില്ല, അത് ഗുരുതരമായ ലംഘനമാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി കൂടി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത്. ഇനി അജിത് കുമാറിന് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഫയൽ എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഉദ്യോഗസ്ഥ ഇപ്പൊ ഈ അന്വേഷണം പ്രഖ്യാപിച്ച് 10-11 മാസം കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട്, DGPയുടെ റിപ്പോർട്ട് വരുന്നത് പോലും. അതിപ്പോ ആഭ്യന്തര സെക്രട്ടറി മാത്രമല്ല, ആ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു സാക്ഷിമൊഴികൾ അടക്കം രേഖപ്പെടുത്തിയ ഒരു സമഗ്രമായ റിപ്പോർട്ടാണ് DGP നൽകിയതുമെന്ന്. അപ്പോൾ അതിപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറി കൂടി അത് അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സർക്കാർ ഒരു നടപടിയിലേക്ക് കടക്കുമോ? ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാമോ? സ്വാഭാവികമായും തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് CPIയുടെ ഇക്കാര്യത്തിലെ നിലപാട് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ തൃശൂരിൽ BJP ലോക്സഭാ സീറ്റ് ജയിക്കാനുള്ള കാരണം പോലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതാണ്, അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമമാണ് ഉണ്ടായത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് വാദിക്കുകയാണ് CPI. എല്ലാ കാലത്തും അവർ അക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് കർശന നടപടി ഇക്കാര്യത്തിൽ വേണം എന്നുള്ള നിലപാടായിരിക്കും സ്വാഭാവികമായും CPI എടുക്കുക. അതുകൊണ്ട് സർക്കാരിന് ഈ ഏതെങ്കിലും ഒരു നടപടി എടുക്കാതെ ഒഴിഞ്ഞു മാറാൻ അങ്ങനെ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും എന്ത് നടപടി അജിത് കുമാറിന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യെസ്, ഓക്കെ അനു.